الحمد لله الكريم المنان، أحمده سبحانه وتعالى. شرف هذه الأمة وخصها بصيام شهر رمضان، وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله. خير من صلى وصام وقام لعبادة ربه الرحيم الرحمن. اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه والتابعين من تبعهم بإحسان إلى يوم الدين. أما بعد، فاتقوا الله عباد الله، وأوصيكم ونفسي بتقوى الله تعالى. فقال الله تعالى: وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. ജീവിതം പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിൽ 70, 71, 72 വചനങ്ങളായി നമ്മളെ കേൾപ്പിച്ച ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വഇന്ന മിൻകും ഇല്ലാ വാരിദുഹ, ആ നരകത്തിൻ്റെ അടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവില്ല. നിന്റെ രക്ഷിതാവിൻ്റെ ഹത്മം മഖ്ലിയ്യ, രക്ഷിതാവിൻ്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു തീരുമാനമാണ് അത്. പിന്നീട് വനുനജ്ജില്ലദീന തഖൗ, പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. എന്നാൽ അക്രമികളായ ആളുകൾ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യ, അക്രമികളായ ആളുകൾ ആ നരകത്തിൽ മുട്ടുകുത്തി വീഴുന്നതാണ്. എന്ത് മനസ്സിലായി? നരകത്തിൻ്റെ അടുത്തേക്ക് പോകാത്തവരായിട്ട്, എത്തിപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു നോക്കെങ്കിലും കാണും. പക്ഷെ അവിടെ വനുനജ്ജില്ലദീന തഖൗ, തഖ്വ പാലിച്ച ആളുകളെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ആ തഖ്വ നേടാൻ, ആ തഖ്വയുള്ളവരാകാൻ അള്ളാഹു ഒരുപാട് സംവിധാനങ്ങൾ അവൻ്റെ കരുണ കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റിപ്പോയ മനുഷ്യന് തിരിച്ചു വരാൻ, അപകടത്തിൽപ്പെടുന്നവർക്ക് രക്ഷപ്പെടാൻ, അപാകതകൾ ജീവിതത്തിൽ വന്നു പോകുന്നവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ ഒട്ടനവധി അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കനിഞ്ഞ് അരുളിയിട്ടുണ്ട്. ചിലതൊക്കെ ദിവസങ്ങളാണ്, ചിലതൊക്കെ നിമിഷങ്ങളാണ്, മറ്റു ചിലതൊക്കെ മാസങ്ങളും കാലങ്ങളുമൊക്കെയായി നീണ്ടു നിൽക്കുന്നവയാണ്. ബദ അയ്യാം യഹില്ലു അലൈന റമളാൻ, ഷഹ്റു റമളാൻ ഷഹ്റു തൗബത്തി വൽ ഗുഫ്റാൻ, ഫയൻബഗി ലനാ അൻ നസ്തഖ്ബിലഹു بالفرح
بإدراكه لأنه فضل من ربك يأتيك كل عام لأنه فضل من ربك أن تدرك هذا الشهر في كل عام. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള ഒരു സീസൺ പ്രത്യേകമായ ഓഫറുകളുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാവുക എന്നത് ഏറെ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കേണ്ട, ഓർക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ പരിശുദ്ധ റമളാനിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യമുണ്ടാകണേ എന്ന്. ഓരോ വർഷവും റമളാൻ കടന്നു വരുമ്പോൾ അതൊരു പുതിയതാണ്, പഴയതല്ല. ഓരോന്നും പുതിയതാണ്. ഈ പുതിയ റമളാനിൽ പുതുതായി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ഈ പുതിയ റമളാനിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പുതുതായി ഒരുപാട് സംഭവങ്ങൾ കടന്നു വരാനുണ്ട്. അള്ളാഹുവിൻ്റെ മാലാക്കമാരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ കാത്തിരിക്കുക. നമ്മുടെ നോമ്പിൻ്റെ പകലുകളിലും നോമ്പ് തുറന്ന രാത്രി സമയങ്ങളിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുദീർഘമായി നിന്ന് നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോഴും നോമ്പ് തുറക്കുമ്പോൾ, നോമ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, നിയ്യത്ത് ചെയ്തുകൊണ്ട് അത്താഴം കഴിക്കുമ്പോൾ, എന്തിനേറെ അവസാനത്തെ പത്തിലേക്ക് കടന്നു വരുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലാക്കമാർ അവിടെ നമുക്ക് കടന്നു വന്നിട്ട് ആശീർവാദം നൽകുന്ന ആ മഹത്തായ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കണം, സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന പരിശുദ്ധ റമളാനിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ആലോചിക്കണം. നമുക്കുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അതിഥി വീട്ടിലേക്ക് കടന്നു വരിക, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ. മണിക്കൂറുകൾക്ക് മുമ്പ് അവരെവിടെ എത്തി, ഏത് സിഗ്നലില്ല, എത്ര മണിക്കാണ് ഇവിടെ എത്തുക എന്നവരെ വിളിച്ചു കൊണ്ടിരിക്കും. വീടൊരുക്കിയിട്ടുണ്ട്, റൂമൊരുക്കിയിട്ടുണ്ട്, ഭക്ഷണമൊരുക്കിയിട്ടുണ്ട്, സുഗന്ധം പൂശിയിട്ടുണ്ട്, അവിടെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു കുറവും വരരുത് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലേ അതിഥിയെ സ്വീകരിക്കുക? അപ്പോലെ സ്വീകരിക്കണം നമ്മൾ. ഇതൊരു അതിഥിയാ. ജീവിതത്തിലെ സൗഭാഗ്യമായി, സന്തോഷമായി, ആനന്ദമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ വർഷവും കടന്നു വരുന്ന ഈ അതിഥിയെ നമ്മൾ സ്വീകരിക്കണം. بعد أيام تتغير أحوال الناس، تتغير كثير من أحوال الناس. التغيير الكبير الذي يطرأ على الحياة، تتغير أوقات الأكل، تتغير أوقات الشرب، تتغير أوقات النوم وأوقات العمل كذلك. ولكن والعجيب أننا نستطيع التكيف بسرعة مع كل هذا التغيير. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ തീറ്റയുടെയും കുടിയുടെയും നമ്മുടെ ഉറക്കിൻ്റെയും, എന്തിനേറെ പറയുന്നു നമ്മുടെ ജോലിയുടെയും ഒക്കെ സമയം മാറുകയാ, വ്യത്യാസം വരികയാ. ഭക്ഷണ രീതിയിൽ മാറ്റം വന്നു, ഉറക്കിൻ്റെ സമയത്തിൽ മാറ്റം വരും, ജോലിയുടെ സമയത്തിൽ മാറ്റം വരും. എല്ലാം വരികയാണ്, എല്ലാം മാറുകയാണ്. പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ? വൽ അജീബ് വഅന്നനാ നസ്തതിഉ തകയ്യുഫ് ബിസുർഅത്തിൻ മഅ കുല്ലി ഹാദ തഗ്യീർ
ജീവിതത്തിൽ വന്ന ഈ മാറ്റങ്ങൾ മുഴുവനും നമ്മൾ അംഗീകരിക്കാൻ, നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാ. ഒരു കുറവും ആരും പറയുന്നില്ല, ഒരു വേദനയും പരിഭവവും ആരും പ്രകടിപ്പിക്കുന്നില്ല. എത്ര പെട്ടെന്ന് അവരുടെ ഭക്ഷണ സമയത്തിൽ മാറ്റം വന്നത്. കൃത്യമായി രാവിലെ എഴുന്നേറ്റാൽ 7 മണിക്കോ 6 മണിക്കോ ചായ കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നവർ, അതിനുവേണ്ടി ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ഒരുപാട് ആക്ഷേപിച്ചിരുന്നവർ, ചീത്ത പറഞ്ഞിരുന്നവർ, സമയം തെറ്റുമ്പോൾ അത് തെറ്റാനുണ്ടായ കാരണക്കാർ വീട്ടുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെയും ഭാര്യയെയും ഒക്കെ ചീത്ത പറഞ്ഞിരുന്നവർ. പക്ഷേ ഇവിടെ റമദാനിലേക്ക് വരുമ്പോൾ അവരുടെ സമയക്രമം തെറ്റിയതിൽ ഒരു പരാതിയുമില്ല. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ റമദാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശീലമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണ്. ആ മാറ്റം എന്താ? ഞാൻ എൻ്റെ ഇച്ഛകൾക്ക് വിധേയനല്ല, എൻ്റെ ഹവകൾക്ക് വിധേയനല്ല, ഞാനതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒരുക്കമാണ് എന്ന് തീരുമാനിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്നത്. ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്ത് യഖ്ലി അയ്യാമഹു വയബ്ഖാ അജ്റഹു എന്നാണ് അതിൻ്റെ വിശദീകരണം. അയ്യാമൻ മഅദൂദാത്ത്, ദിവസങ്ങൾ കടന്നു പോകും, പക്ഷെ ബാക്കിയാകുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. വയബ്ഖാ അജ്റഹു, അതിൻ്റെ പ്രതിഫലം നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. നമ്മൾ ആരെയും വിളിക്കരുത് റമദാനിൽ, എടോ നീ കുറേ കാശ് കടം തന്നൊക്കെ വാങ്ങിയിട്ട് തരാതെ പോയി നോമ്പും നോറ്റ് കുത്തിരിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും ആരും വിളിക്കരുത്. നമ്മളൊരുപാട് ബാധ്യതകൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും നമ്മെ സമീപിക്കരുത്. എല്ലാം പറഞ്ഞു തീർക്കുക, കൊടുത്തു തീർക്കുക. അവധിയെങ്കിലും പറഞ്ഞ് റമദാൻ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടെങ്കിലും അതിങ്ങനെ നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാനുണ്ട്. കൂടുതൽ സന്തോഷം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന, വിശ്രമം കിട്ടുന്ന സമയമാണല്ലോ. ഭക്ഷണത്തിന് വേണ്ടി കുറേ സമയങ്ങളിൽ തീന്മേശയ്ക്ക് ചുറ്റും ചെന്നിരിക്കേണ്ടതില്ല. കുറഞ്ഞ സമയം മാത്രമേ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ വമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ എന്തുകൊണ്ടാണ് റമദാൻ ആയതെന്നറിയാം. അർ റമദാൻ അല്ലദീ യർമിലു ദുനൂബ്, അർ റമദാൻ അല്ലദീ യർമിലു ദുനൂബ ഐ യുഹ്രിക് അദ്ദുനൂബ. റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാപങ്ങളെ കരിച്ചു കളയുന്നത് എന്ന. റമദാൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അയാൾക്ക് മായ്ച്ചു കളയാൻ സാധിക്കുന്ന സന്ദർഭമെന്ന. അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും? അതിൻ്റെ സന്തോഷം നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. അത് ഏറ്റവും പ്രധാനമായി പരിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ അടുപ്പമാണ്. ആ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് കുത്തിബ അലൈക്കും അസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയതാ. നേരത്തെയുള്ള സമുദായങ്ങൾക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ എവിടെ നിന്നെങ്കിലും കണ്ടും കേട്ടും അനുഷ്ഠിക്കുന്ന ആചാരങ്ങളല്ല. ഇതിന് കൃത്യമായ രൂപമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനിലെ നോമ്പാണ്. ആ നോമ്പിനോളമുള്ള
മറ്റൊരു ഉപാസന രീതി ഒരു സമുദായത്തിലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഒന്ന്, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ള ആളുകളായി മാറാൻ, ഈ നോമ്പിനെ അങ്ങനെ സ്വീകരിക്കാൻ, ഹൃദയം ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തിക്കാഫുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, പകലിൽ നോമ്പുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ധർമ്മമുണ്ട്, സക്കാത്തുണ്ട്. ഇതെല്ലാം കൂടെ കടന്നു വരുന്ന വേറെ ഏത് ആരാധനയാണ്, വേറെ ഏതൊരു കാലഘട്ടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അതുകൊണ്ടെല്ലാം കടന്നു വരുന്ന അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ ഉപകരിക്കുന്ന ആ കാലഘട്ടം. അതേപോലെ ജനങ്ങളുമായി, സമൂഹവുമായി നമുക്ക് ഏറെ അടുത്ത് ഇടപഴകാൻ സാധിക്കുന്ന ആ കാലഘട്ടത്തെ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തിൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. ഈ പറഞ്ഞ 3 സംഗതികൾ, ഒന്ന് ഒരു ജുമുഅ അടുത്ത ജുമുഅ വരേക്കും, 2 ഒരു റമളാൻ മറ്റൊരു റമളാൻ വരേക്കും, അതേപോലെ 5 നമസ്കാരങ്ങൾ, ആ ഓരോ നമസ്കാരത്തിനിടയിലുള്ള സമയങ്ങൾ, അതൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരേക്കുമുള്ള പാപങ്ങൾ, ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ ആ 2ാമത്തെ റമളാനിലേക്ക് എത്തിച്ചേർന്നാൽ മതി. ആ 2ാമത്തെ റമളാൻ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞുകൊണ്ട്, പടച്ചോനെ ആ റമളാനിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കണേ. കുറേ ആളുകൾ എനിക്ക് മുമ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവരാണ്, പക്ഷേ ഇന്നില്ല. ഞാൻ അവരെ ഓർക്കുന്നു, അവരെ എനിക്കറിയാം, ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും എത്തിച്ചേരാൻ സാധിച്ചില്ല. പക്ഷെ പടച്ചോനെ ആ ഒരു റമളാൻ കൂടെ പുണ്യങ്ങൾ ചെയ്യാൻ, പാപങ്ങൾ മായ്ക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ, നീയുമായി ഒരുപാട് അടുക്കാനുള്ള സാധ്യതകൾ, ലോകത്തുള്ള കഷ്ടപ്പെടുന്ന മനുഷ്യരെ ആ മനുഷ്യരോട് അനുകമ്പ കാണിക്കാനുള്ള അവസരങ്ങൾ, അതൊക്കെ കടന്നു വരുന്ന ആ വിശുദ്ധ റമളാൻ എൻ്റെ ജീവിതത്തിന് സൗഭാഗ്യമാകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് അള്ളാഹുവിനോട് അടുക്കാൻ, അവൻ്റെ പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിനിൽ മുസ്തഫ അലാ ആലിഹി വസഹ്ബിഹി ദവിൽ ഫദ്ലി വൽ വഫാ. അമ്മാ ബഅദ്. ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി മുഅ്മിനുകളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. വ്രതമെന്ന് പറയുന്നത്, നോമ്പെന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു, വികാരം ഒഴിവാക്കുന്നു എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമെന്ന് പറയുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷങ്ങളെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വിപുലമാണ്. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരു ദിവസം സാധാരണ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഏത് ദിവസവുമാകാം, ഏത് സന്ദർഭത്തിലും ആകാം. അങ്ങനെ ഒരാൾ നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 കാതം അകലേക്ക് അവൻ നരകത്തിൽ നിന്ന് വിദൂരമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു നോമ്പുകളുടെ അവസ്ഥ എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി ആശുറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലത്തി ഖബ്ലഹു. ആശുറാ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്, മുഹറം 10ന്റെ നോമ്പിനെ, ഒരു സുന്നത്തായ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഒരു വർഷത്തെ പാപം അതുകൊണ്ട് പൊറുക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന. വഖാല
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു എന്ന അറഫ നോമ്പിനെ സംബന്ധിച്ച് ഒരു മുൻ വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം അതുകൊണ്ട് പൊറുക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും വിചാരിക്കുകയും അങ്ങനെ ഉണ്ടാവണേ എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ പരിശുദ്ധ റമളാനിലെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് മൻ സാമ റമളാന വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി റമളാന വഅൻ ഫദ്ലിഹി മൻ സാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ഒരാള് പരിശുദ്ധ റമളാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി വിശ്വാസത്തോടുകൂടി ഉറച്ച വിശ്വാസം, അത് വെറുപ്പോടുകൂടിയല്ല നോമ്പ് നോൽക്കുന്നത്, കടമ നിർവഹിക്കാൻ വേണ്ടിയല്ല നോമ്പ് നോൽക്കുന്നത്. അവൻ നോമ്പ് തുറക്കുമ്പോൾ പറയുന്നത് അള്ളാഹു എനിക്ക് പ്രതിഫലം ഉറപ്പായും നൽകുമെന്ന ആ ഉറപ്പ് അവൻ്റെ കഴിഞ്ഞ നിമിഷങ്ങൾ ഓരോന്നും അവൻ പരിശോധിച്ച് നോക്കുമ്പോൾ, കടന്നു പോകുന്ന വഴികൾ ഓരോന്നും അവൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരോടും വേണ്ടാത്തത് ചെയ്തിട്ടില്ല. കൃത്യമാണ്, വ്യക്തമാണ്, ശക്തമാണ് എൻ്റെ നോമ്പ് എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ നോമ്പ് നോൽക്കുന്ന ആളുകൾ അവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഇത്രയും പ്രതിഫലമുണ്ട്. കുല്ലു അമലി ഇബ്നി ആദം ലഹു കുല്ലു അമലി ഇബ്നി ആദം യുളാഅഫ് അൽ ഹസനത്തു അശറത്തു അംസാലിഹാ ഇലാ 700 ളഅഫിൻ ഇലാ മാ ശാ അല്ലാഹ് യഖൂലു അല്ലാഹു അസ്സ വജൽ ഇല്ല സൗം ഫഇന്നഹു ലീ വഅനാ അജ്സി ബിഹി യദഉ തആമഹു വശറാബഹു മിൻ അജ്ലി എന്ന സാധാരണ ഏതൊരു നന്മക്കും അൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ, സാധാരണ ഏതൊരു നന്മക്കും 10 ഇരട്ടി പ്രതിഫല. അത് ചിലപ്പോൾ 700 ഇരട്ടി വരെ പോകും, അതിലും കൂടുതൽ പോകും. പക്ഷേ നോമ്പിന് അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് പറയാനേ സാധ്യമല്ല. എത്രയാണെന്ന് പറയാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അതിന് ഞാൻ പ്രതിഫലം കൊടുക്കുന്ന, കാരണം ഓരോരുത്തരെ ഞാൻ നോക്കും, അവൻ്റെ ജോലിയും അവൻ്റെ ഭാരവും അതനുഭവിക്കുന്ന സംഗതികളുമൊക്കെ ഞാൻ നോക്കും, എന്നിട്ടാ പ്രതിഫലം കൊടുക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരികളെ, ഏറ്റവും സന്തോഷം നിറഞ്ഞ, ഏറ്റവും അനുഭൂതി നിറഞ്ഞ ഒരനുഭവമാകണം ഈ റമളാൻ. കടന്നു വരുന്ന മാസമെന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ കാലാവസ്ഥയാ നമ്മെ സംബന്ധിച്ചിടത്തോളം. തണുപ്പില്ലാത്ത, ചൂടില്ലാത്ത, നമ്മൾ എ സിയിലിരിക്കുന്നത് പോലെ പുറത്തും അകത്തും നമുക്ക് കഴിയാൻ പറ്റാവുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം, ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ ഇനിയൊന്നും ലഭിച്ചു എന്ന് വരില്ല. ഉപയോഗപ്പെടുത്താനുള്ള ബദ്ധശ്രദ്ധയുണ്ടാകണം, അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം, ശക്തമായ കാൽവെപ്പുകൾ ഉണ്ടാകണം, ആ മാസത്തെ സ്വീകരിക്കാൻ ഒരുങ്ങണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ റമളാനിനെ സ്വീകരിക്കുവാനുള്ള എല്ലാവിധ, അതിന് നല്ല വിധത്തിലുള്ള എല്ലാ മുന്നൊരുക്കം നടത്താനും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകുമാറാകട്ടെ.